ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭാഗവതപ്രിയരായ സജ്ജനങ്ങൾക്ക് നമസ്കാരം. ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വധാമ ഗമനാനന്തരം കലി ശക്തി പ്രാപിച്ചു. സത്യം, ജ്ഞാനം, ശൗചം, ക്ഷമ മുതലായ ഗുണങ്ങൾ തികഞ്ഞ ശ്രീകൃഷ്ണ ഭഗവാൻ വിട്ടുപിരിഞ്ഞതിൽ ഭൂമിദേവി അതീവ ദുഃഖിതയായി. ധർമ്മദേവനും ധരയും തമ്മിലുള്ള സംസാരം കേട്ടുകൊണ്ടാണ് ദിഗ്വിജയത്തിനായി പുറപ്പെട്ട പരീക്ഷിത്ത് കുരുക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. തുടർന്നുള്ള കഥാഭാഗം നമുക്ക് 17-ാം അധ്യായത്തിൽ നിന്ന് ഗ്രഹിക്കാൻ ശ്രമിക്കാം. തതഃ സപ്തദശേ രാജ്ഞ കലിനിഗ്രഹ ഉച്യതേ തസ്യൈവം വീര്യഭാജോപി വക്തും വൈരാഗ്യമത്ഭുതം. പരീക്ഷിത് മഹാരാജാവ് സരസ്വതി നദീതടത്തിൽ കണ്ട കാഴ്ച അത്യന്തം ശോചനീയമായിരുന്നു. സൂത പൗരാണികൻ കഥ തുടരുകയാണ്. ഭൂമിദേവിയുടെ ദുഃഖം കാരണം ധർമ്മദേവന് വല്ലാത്ത വിഷമം തോന്നി. എന്താണ് ദുഃഖകാരണം എന്ന് ചോദിച്ചറിയുകയാണ്. ധർമ്മദേവന്റെ സ്ഥിതിയും പരിതാപകരം തന്നെ. 3 കാലുകളും ഒടിഞ്ഞ ഒരു കാളയുടെ രൂപമാണ് ധർമ്മദേവന്. മ്ലാനവദനയായ കിടാവ് നഷ്ടപ്പെട്ട ഒരു പശുവായി ഭൂമിദേവിയും കാണപ്പെട്ടു. രാജവേഷത്തിലാണ് എങ്കിലും നീചമായ പെരുമാറ്റം മാത്രമുള്ള ഒരാൾ. ആ ഗോമിഥുനങ്ങളെ നിർദ്ദയം മർദ്ദിക്കുന്നു. ഭൂമിദേവി തന്റെ ദുഃഖകഥ വിവരിക്കുകയാണ്. സൂതൻ പറയുന്നു, തത്ര ഗോമിഥുനം രാജാ ഹന്യമാനമനാഥവത് ദണ്ഡഹസ്തം ച വൃഷളം ദൃശേ നൃപലാഞ്ചനം. ഉടമസ്ഥനില്ലാത്ത താടനമേറ്റുകൊണ്ടിരിക്കുന്ന ഗോമിഥുനങ്ങളെയും ഒരു വടിയുമേന്തി രാജവേഷധാരിയായി നിൽക്കുന്ന ഒരു ശൂദ്രനെയും പരീക്ഷിത് മഹാരാജാവ് അവിടെ കണ്ടു. വൃഷം മൃണാളധവളം മേഹന്തമിവ ബിഭ്യതം വേപമാനം പദൈകേന സീതന്തം ശൂദ്രതാഡിതം. ഗാം ച ധർമ്മദുഃഖാം ദീനം ഭൃശം ശൂദ്രപദാഹതാം വിവർസാം സാശ്രുവദനം ക്ഷാമാം യവസമിച്ഛതിം. താമരവളയം പോലെ വെള്ള നിറമുള്ളതാണ് ആ കാള. പേടിച്ച് ഭയന്ന് വിറയ്ക്കുന്നുണ്ട്. ആ ശൂദ്രൻ അതിനെ താടിച്ചുകൊണ്ടിരിക്കുന്നു. ധാർമ്മിക കർമ്മങ്ങൾക്കായി ആവശ്യമായ പാൽ ചുരത്തി കൊടുക്കുന്ന ആ ഗോവ് ശൂദ്രന്റെ കാൽ കൊണ്ടുള്ള തൊഴിയേറ്റ് ദുഃഖിക്കുന്നു. ശിശുവിന്റെ അഭാവത്താൽ കണ്ണീർ വാർക്കുന്നു. മെലിഞ്ഞ ആ പശു പുല്ലു തിന്നാൻ ആഗ്രഹിക്കുന്നുണ്ട്. മഹാരാജാവ് അങ്ങനെയുള്ള ഒരു കാഴ്ചയാണ് കണ്ടത്. കപ്രച്ഛരഥമാരൂഢകാർത്തസ്വരവരിച്ഛതം മേഘഗംഭീരയാ വാചാ സമാരോപിതകർമ്മുക. തങ്കം കൊണ്ട് അലങ്കൃതമായ തേരിൽ കയറി ഞാൻ മുറുക്കിയ വില്ലുമേന്തിക്കൊണ്ട് ഇടിനാദത്തിനൊത്ത ഗംഭീരമായ വാക്കുകളാൽ മഹാരാജാവ്
ചോദിച്ചു. കസ്ത്വം മച്ഛരണേ ലോകേ ബലാദ്ധംസ്യ ബലാൻ ബലി നരദേവോസി വേഷേണ നടവത് കർമ്മണാദ്വിജ. ആരാണ് നീ? ഞാൻ രക്ഷിതാവായിരിക്കുന്ന ഈ രാജ്യത്ത് നീ രാജവേഷം കെട്ടി വന്ന് ബലാത്കാരമായി ഈ പശുവിനെ ഹിംസിക്കുന്നു. നീ വേഷം കൊണ്ട് മാത്രമാണ് രാജാവായിരിക്കുന്നത്. പ്രവൃത്തി കൊണ്ട് അദ്വിജനാണ്, ശൂദ്രനാണ്. കസ്ത്വം കൃഷ്ണേ ഗതേ ദൂരം സഹ ഗാണ്ഡീവധന്വനാശോച്യോസ്യോച്യൻ രഹസി പ്രഹരൻ വധമരിഹസി. നീ ആരിൽ? പശുപാലകനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗാണ്ഡീവധന്വാവായ അർജുനനോടും കൂടി അകന്നിരിക്കെ ആരുമില്ലാത്തിടത്ത് വെച്ച് നിരപരാധികളെ പ്രഹരിക്കുന്ന നീ അപരാധിയാണ്. കഠിനമായ ശിക്ഷ തന്നെ അറിയിക്കുന്നവനാണ്. രാജാവ് രാജവേഷധാരിയായ ആ ശൂദ്രനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മർദ്ദനമേറ്റ് വിഷമിക്കുന്ന ആ കാളിയുടെ നേർക്ക് തിരിഞ്ഞ് ചോദിച്ചു. ത്വം വാ മൃണാളധവള പാതേർന്യൂന പദാചരൻ വൃഷരൂപേണ കിം കശ്ചിത് ദേവോ ന പരിച്ഛേദയൻ. താമര വളയം പോലെ വെളുത്ത 3 കാലുകൾ നഷ്ടപ്പെട്ട ഒറ്റക്കാലിൽ നടക്കുന്ന കാളയുടെ ആകൃതി പൂണ്ട നീ ആരാണ്? ഏതെങ്കിലും ദേവനാണോ? നീ നമ്മെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നു. നിന്റെ ഈ അവസ്ഥ അത്യന്തം ശോചനീയമാണ്. ജാതു പൗരവേന്ദ്രാണം ദോർദണ്ഡപരിരംഭിതേ ഭൂതലേനുപതന്ത്യസ്മിൻ വിനാദേ പ്രാണിനാം ശുച. പൗരവന്മാരാൽ ആശ്ലേഷിക്കപ്പെട്ട കുരുവംശരാജാക്കന്മാർ ഭരിച്ച ഈ ഭൂതലത്തിൽ നിന്റെ അല്ലാതെ മറ്റാരുടെയും കണ്ണീർ വീഴുന്നില്ല. മാ സൗരഭേയാനുഷയോ വേദുതേ വൃഷളാദ്ഭയം മാ രോധീരംബ ഭദ്രം തേ കലാനം മൈശാസ്തരി. താൻ രാജാവായിരിക്കെ ഒട്ടും ദുഃഖിക്കേണ്ടതില്ലെന്ന് ആ വൃഷഭത്തെയും ഒട്ടും ഭയപ്പെടേണ്ടെന്ന് ആ പശുവിനെയും രാജാവ് സമാശ്വസിപ്പിച്ചു. പ്രജകളെല്ലാം ദുഷ്ടന്മാരാൽ ഭയപ്പെട്ട് കഴിയുന്ന രാജ്യത്ത് രാജാവിന്റെ കീർത്തി നിലനിൽക്കുകയില്ല. ദുഃഖിതന്മാരുടെ ദുഃഖമകറ്റുക രാജധർമ്മമാണ്. അതുകൊണ്ട് പ്രാണിഹിംസ നടത്തുന്ന ഈ അധമനെ കൊന്നുകളഞ്ഞേക്കാം. കോ വൃശ്ചത്തവ പാദം സ്ത്രീൻ സൗരഭേയ ചതുഷ്പദ മാ ഭുവം സ്വാദൃശാരാഷ്ട്രേ രാജ്ഞാം കൃഷ്ണാനുവർത്തിനം. ഹേ വൃഷഭമേ, നിന്റെ 3 കാലുകളും വെട്ടിമുറിച്ചത് ആരാണ്? ശ്രീകൃഷ്ണന്റെ പാദങ്ങളെ പിന്തുടരുന്ന രാജാക്കന്മാരുടെ രാജ്യത്ത് നിന്നെപ്പോലുള്ള ദീനന്മാർ ഉണ്ടായിക്കൂടാ. ആഖ്യാഹി വൃഷഭദ്രം വ സാധൂനാമകൃതാഗസം ആത്മവൈരൂപ്യകർത്താരം പാർത്ഥാനം കീർത്തിദൂഷണം. നിനക്ക് അംഗവൈകല്യമുണ്ടാക്കിക്കൊണ്ട് പാണ്ഡവന്മാരുടെ കീർത്തിയെ കളങ്കിതമാക്കിയ അവൻ, ആ നീചൻ ആരെന്ന് പറയും? ഒരപരാധവും ചെയ്യാത്ത നിങ്ങൾക്ക് നല്ലതേ വരൂ. തുടർന്ന് പരീക്ഷിത് മഹാരാജാവ് രാജധർമ്മം എന്തെന്നും ഇവിടെ തന്റെ കർത്തവ്യം എന്തെന്നും വ്യക്തമാക്കുന്നു.
ജനേനാഗസ്യകം യുഞ്ജൻ സർവതോസ്യ ച മദ്ഭയം സാധൂനാം ഭദ്രമേവ സ്യാദ് അസാധു ദമനേ കൃതേ അനാഗസ്വിഹ ഭൂതേഷു യാഗസ്കൃന്നിരങ്കുശ ആഹർത്താസ്മി ഭുജം സാക്ഷാത് അമർത്യസ്യാഭിസംഗതം രാജ്ഞോ ഹി പരമോ ധർമ്മ സ്വധർമ്മസ്ഥാനുപാലനം ശാസ്ത്രതോന്യൻ യഥാശാസ്ത്രം അനാപദ്യുപധാനിക. നിരുപദ്രവികളായ പ്രാണികളെ ദ്രോഹിക്കുന്നവരോട് താൻ ഒരിക്കലും ദാക്ഷിണ്യം കാണിക്കുകയില്ലെന്നും ആപത്തില്ലാത്തപ്പോഴും സ്വധർമ്മമാർഗം തെറ്റി നടക്കുന്ന അന്യന്മാരെ നീതിക്കനുസരിച്ച് ശാസിക്കുക എന്നത് രാജധർമ്മമാണെന്നും പരീക്ഷിത് മഹാരാജാവ് പറഞ്ഞത് കേട്ട് ധർമ്മദേവൻ ഇപ്രകാരം മറുപടി പറഞ്ഞു. ഏതദ്വ പാണ്ഡവേയാനാം യുക്തമാർത്ഥാഭയം വച യേഷാം ഗുണഗണൈ കൃഷ്ണോ ദൗത്യാദൗ ഭഗവാൻ കൃത നവയം ക്ലേശബീജാനി യദസ്യു പുരുഷഋഷഭ പുരുഷം തം വിജാനീമോ വാക്യഭേദവിമോഹിതാം കേചിദ് വികൽപമനസാ ആഹുരാത്മാനമാത്മന ദൈവമന്യേ പരേ കർമ്മ സ്വഭാവമപരേ പ്രഭും അപ്രതർക്യാത് അനിർദ്ദേശ്യാദിതികേഷ്വപി നിശ്ചയ അത്രാനുരൂപം രാജഋഷേ വിമൃശ സ്വമനീഷയാ. ദുഃഖിതർക്ക് ആശയം നൽകുന്ന അങ്ങയുടെ വാക്ക് ഉചിതം തന്നെ. അങ്ങ് പാണ്ഡവ വംശജനല്ലേ? പാണ്ഡവന്മാരുടെ ഗുണഗണങ്ങൾ കൊണ്ട് തന്നെയാണ് ഷഡ്ഗുണസമ്പന്നനായ ശ്രീകൃഷ്ണൻ അവർക്കായി ദൂത് പറയുക തുടങ്ങിയ കാര്യങ്ങളിൽ കൂടി നിയുക്തനായത്. ദുഃഖകാരണത്തെ പറഞ്ഞറിയിക്കാൻ സാധ്യമല്ലെന്ന് ധർമ്മദേവൻ സൂചിപ്പിച്ചു. താത്വികമായി അതിനെക്കുറിച്ചുള്ള നിഗമനങ്ങൾ പലതായിരിക്കും. ഒരുവൻ അനുഭവിക്കുന്ന ദുഃഖത്തിന് അവൻ തന്നെയാണ് കാരണമെന്ന് യോഗശാസ്ത്രം വിധിക്കുന്നു. ജ്യോതിഷികളാകട്ടെ അത് ഗ്രഹങ്ങളുടെ ഗതിവിഗതികൾ കൊണ്ട് സംഭവിക്കുന്നതായി പറയും. വേദാന്തികൾ അത് കർമ്മവാസന കൊണ്ട് സംഭവിക്കുന്നതായി കണക്കാക്കുന്നു. അതൊക്കെ ലോക സ്വഭാവമാണെന്ന് കരുതുന്നവരുമുണ്ട്. ഇതിൽ ഏതാണ് ശരിയെന്ന് രാജാവ് തന്നെ ചിന്തിച്ചറിയേണ്ടതാണെന്നാണ് ധർമ്മദേവൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഏവം ധർമ്മേ പ്രവദതി സമ്രാട് ദ്വിജസത്തമ സമാഹിതേന മനസാ വിഖേദ പര്യജഷ്ടതം. അല്ലയോ ദ്വിജസത്തമ, ബ്രാഹ്മണശ്രേഷ്ഠ, ബ്രാഹ്മണോത്തമനായ ശൗനക, ധർമ്മരാജാവിന്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ട മഹാരാജാവിന് സമാധാനമായി. മഹാരാജാവ് വീണ്ടും പറയുകയാണ്. ധർമ്മവൃക്ഷത്തിന് 4 പാദങ്ങൾ ഉണ്ടായിരുന്നു. തപസ്, ശുദ്ധി, ദയ, സത്യം എന്നിവ. കൃതയുഗത്തിൽ പൂർണ്ണമായിരുന്നു അംഗങ്ങൾ. ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നിങ്ങനെയുള്ള കാലാന്തരത്തിൽ ഇവയിൽ ഓരോന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. കലി ശക്തി പ്രാപിച്ചപ്പോൾ അവശേഷിച്ചതും നഷ്ടപ്പെടുന്നു. അധർമാംശങ്ങൾ കരുത്തുറ്റവയായിത്തീരുന്നു. കാളിയുടെ വടിവുകൊണ്ട ധർമ്മദേവൻ അധർമ്മം ചെയ്യുന്നവന് യാതൊരു സ്ഥലമാണോ അത് തന്നെ അവന്റെ പേർ പറയുന്നവനും ഉണ്ടാകും എന്ന് വ്യക്തമാക്കുന്നു. സ്വധർമാനുഷ്ഠാനം, തപസ്, ബാഹ്യാഭ്യന്തര ശുദ്ധി, ഭൂതാനുകമ്പ, യാഥാർത്ഥ്യം മാത്രം പറയുക, ഈ 4മാണ് ധർമ്മവൃക്ഷത്തിന്റെ കാലുകളായി പറയപ്പെട്ടത്. അഹന്ത, വിഷയാസക്തി, മതം എന്നിവയാൽ 3 കാലുകളും നഷ്ടപ്പെട്ടു പോയി. തുടർന്ന് രാജാവ് ശ്രീകൃഷ്ണൻ ഭൂമിയുടെ ഭാരം
ഇറക്കി വച്ചതിനെക്കുറിച്ചും ഭഗവാൻ ഇവിടെയുള്ള കാലത്ത് ഭൂമിദേവി എത്രത്തോളം ഐശ്വര്യവതിയായിരുന്നു എന്നതിനെക്കുറിച്ചും വ്യക്തമാക്കി. ഇപ്പോഴിതാ ഭൂമിദേവി ഭഗവാനാൽ ഉപേക്ഷിക്കപ്പെട്ട ഭാഗ്യഹീനയായി ബ്രാഹ്മണ ഭക്തിയില്ലാത്തവരും രാജ്യത്വം നടിക്കുന്നവരുമായ ആളുകളാൽ അനുഭവിക്കപ്പെടും എന്നോർത്ത് ഭൂമിദേവി ദുഃഖിക്കുകയാണ്. ഇത് ധർമ്മം മഹിം ജൈവ സാന്ത്വയിത്വാ മഹാരഥ നിഷാദമാദതേ ഖഡ്ഗം കലേ ധർമ്മഹേതവേ. ധർമ്മദേവനെയും ഭൂമിദേവിയെയും സമാധാനിപ്പിച്ച പരീക്ഷിത് മഹാരാജാവ് അധർമ്മത്തിന് ഹേതുവായ കലിയുടെ നേർക്ക് മൂർച്ചയേറിയ വാൾ എടുത്തു. രാജാവ് തന്നെ കൊല്ലാൻ ഒരുങ്ങുകയാണെന്നറിഞ്ഞ് രാജലക്ഷണത്തെ ഉപേക്ഷിച്ച് കലി പരീക്ഷത്തിന്റെ പാദങ്ങളിൽ നമിച്ചു. പതിതം പാദയോർ വീരകൃപയാ ദീനവത്സല ശരണ്യോനാവധി ശ്ലോക്യ ആഹചേദം ഹസന്നിവ. ദീനാനുകമ്പിയായ രാജാവ് കാൽക്കൽ വീണ കലിയെ വധിച്ചില്ല. ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് ബ്രഹ്മാവർത്തത്തിൽ നിന്ന് കലി ഒഴിഞ്ഞു പോകേണ്ടതിന്റെ ആവശ്യം എന്തെന്ന് വ്യക്തമാക്കി. യാഗങ്ങളുടെ അധിഷ്ഠാന ദേവതയായ ശ്രീഹരിയെ ആരാധിക്കുന്ന പുണ്യദേശമാണ് തന്റെ ഭൂമി. അനൃതം, ചൗര്യം, നീചത, സ്വധർമ്മത്യാഗം, അശ്രീകരത, കാപട്യം, ഷണ്ഡ, ഗർവ് എന്നിവയാൽ നിറയുന്നതായിരിക്കും കലിയുടെ ആവാസസ്ഥാനം. അതുകൊണ്ട് കലിയെ അകറ്റുവാൻ തന്നെ മഹാരാജാവ് നിശ്ചയിച്ചു. തന്റെ രാജ്യത്ത് എവിടെയും നിൽക്കരുത്, ഇത് യാഗാദി പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന ദേശമാണ് എന്ന് തീർത്തു പറഞ്ഞ രാജാവിന്റെ മുമ്പിൽ പേടിച്ചു വിറച്ചുകൊണ്ട് കലി ഇങ്ങനെ യാചിച്ചു. എത്ര ക്വചന വത്സ്യാമി സാർവഭൗമതവാജ്ഞയാ ലക്ഷേ തത്ര തത്രാപി ത്വാമാത്തേഷു ശരാസനം തന്മേ ധർമ്മഭൃതാം ശ്രേഷ്ഠ സ്ഥാനം നിർദ്ദേഷ്ടുമർഹസി എത്രൈവ നിയതോ വത്സ്യ ആദിഷ്ടം സ്ഥേനുശാസനം. എല്ലാ നാട്ടിലും അധിപനായിരിക്കുന്ന അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ ആജ്ഞക്കനുസൃതമായി എവിടെയാണ് ഞാൻ വസിക്കേണ്ടത് എന്ന് പറയൂ. എല്ലായിടത്തും അമ്പും വില്ലും മറ്റു ആയുധങ്ങളുമേന്തി നിൽക്കുന്ന അങ്ങയെയാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. അങ്ങയുടെ ശാസനയ്ക്ക് ഇളക്കം തട്ടാതെ വസിക്കാനുള്ള ഒരിടം എനിക്ക് അനുവദിച്ചു തരൂ. കലിയുടെ ഈ യാചനയെ മാനിച്ചുകൊണ്ട് പരീക്ഷിത് മഹാരാജാവ് പിന്നീട് എന്താണ് ചെയ്തത് എന്ന് സൂത പൗരാണികൻ വിവരിക്കുന്നു. അഭ്യർത്ഥിത സദാ തസ്മൈ സ്ഥാനാനി കലേ ദദൗ ദ്യൂതം പാനം സ്ത്രിയ സൂനാ യത്രാധർമ്മശ്ചതുർവിധ. കലിയുടെ ഈ അഭ്യർത്ഥന കേട്ട രാജാവ് ആ സമയത്ത് ചൂതുകളി, മദ്യപാനം, സ്ത്രീസേവ, പ്രാണിഹിംസ എന്നിങ്ങനെ 4 തരത്തിലുള്ള അധർമ്മം വിളയാടുന്ന സ്ഥലങ്ങളിൽ കലിക്കായിട്ട് കൽപ്പിച്ചു നൽകി. കലി അപ്പോൾ വീണ്ടും ഒന്നുകൂടി യാചിച്ചു. പുനശ്ചയാചമാനായ ജാതരൂപമതാത് പ്രഭു തതോനൃതം മദം കാമം രജോ വൈരം ച പഞ്ചമം. അങ്ങനെ വീണ്ടും യാചിച്ചപ്പോൾ രാജാവ് വൈരത്തെയും അതായത് സ്വർണത്തെയും കലിക്ക് വാസസ്ഥാനമായി നൽകി. തന്നിമിത്തം അനൃതം, മതം, സ്ത്രീലമ്പടത്വം, ഹിംസ എന്നിവയ്ക്ക് പുറമെ 5ാമത് ഒരിടം കൂടി കലിയുടെ വാസസ്ഥാനമായി. 4 അധർമ്മങ്ങളും ഒത്തുചേർന്നുള്ള
ഒരു പ്രത്യേക വാസസ്ഥാനം അനുവദിച്ചു നൽകണമെന്ന് കലി രണ്ടാമതും അപേക്ഷിച്ചപ്പോഴാണ് രാജാവ് വൈരത്തെയും കൽപ്പിച്ചു കൊടുത്തത്. അങ്ങനെ കലിക്ക് 5 വാസസ്ഥാനങ്ങൾ ഉണ്ടായി. പരീക്ഷത്തിന്റെ ആജ്ഞ അനുസരിച്ച് കലി ഈ 5 സ്ഥാനങ്ങളെ പരിപാലിച്ചു പോരുന്നു. അതുകൊണ്ട് ഉത്കർഷേച്ഛുക്കളായ ആരും തന്നെ ഇവയെ സേവിക്കരുത്. പ്രത്യേകിച്ച് ധാർമ്മിക സ്വഭാവമുള്ളവനും ലോകത്തിന്റെ രക്ഷിതാവുമായ രാജാവ്, ഭരണാധികാരി ഒരിക്കലും ഇവയെ സേവിക്കരുത്. വൃഷസ്യ നഷ്ടാം സ്ത്രേൻ പാദാൻ തപശൗചം ദയാമിതി പ്രതിസന്ധത ആശ്വാസ്യമഹിം ച സമവർദ്ധയത് സയേഷ ഏതർഹ്യധ്യാസ്ത ആസനം പാർത്ഥിവോചിതം പിതാമഹേനോപന്യസ്തം രാജ്ഞാരണ്യം വിവിക്ഷതാം. ധർമ്മവൃക്ഷത്തിന്റെ നശിച്ചുപോയിരുന്ന 3 പാദങ്ങളാവുന്ന തപസ്സിനെയും ശൗചത്തെയും ദയയെയും ഈ വിധം വീണ്ടും സന്ധാനം ചെയ്തു. ഭൂമിയെയും ആശ്വസിപ്പിച്ച് അഭിവൃദ്ധിപ്പെടുത്തി. വനത്തിലേക്ക് പുറപ്പെടുന്ന മുത്തച്ഛനായ യുധിഷ്ഠിരനാൽ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാജോചിതമായ സിംഹാസനത്തെ ശ്രീ പരീക്ഷിത് മഹാരാജാവ് വിധിയാംവണ്ണം കൈയടക്കി രാജ്യത്തെ പരിപാലിച്ചു പോരുന്നു. ആസ്തേധുനാ സരാജർഷി കൗരവേന്ദ്രശ്രിയോല്ലസൻ ഗജാഹ്വയേ മഹാഭാഗ ചക്രവർത്തി ബൃഹശ്രവ ഇത്തം ഭൂതാനുഭാവോയം അഭിമന്യസുതോ നൃപ യസ്യ പാലയതക്ഷോണിം യൂയം സത്രായ ദീക്ഷിത. ഭാഗ്യശാലിയും സാർവഭൗമനും കീർത്തിമാനുമായ ആ രാജർഷി കുരുവംശ രാജാക്കന്മാരുടെ രാജ്യലക്ഷ്മിയാൽ ഹസ്തിനപുരത്തിൽ വിരാജിക്കുന്നു. അഭിമന്യുപുത്രനായ അദ്ദേഹം അങ്ങനെ രാജ്യം പരിപാലിച്ചു കൊണ്ടിരിക്കെ, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ, നിങ്ങൾ ദീർഘിച്ച യാഗത്തിനായി വ്രതമനുഷ്ഠിക്കുന്നു. പരീക്ഷിത് മഹാരാജാവ് കലിയെ വരുതിക്ക് നിർത്തിക്കൊണ്ട്, അധർമ്മത്തിന് അറുതി വരുത്തിക്കൊണ്ട് ഭാരതവർഷത്തെ പരിപാലിച്ചു പോന്ന വിധം വിവരിക്കുന്ന 17-ാം അധ്യായ സാരസംഗ്രഹം സജ്ജനങ്ങൾക്കായി ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ശ്രോതാക്കളായ സജ്ജനങ്ങളെ ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അഖില ഗുരോ ശ്രീ ഗുരുവായൂരപ്പ ശരണം.